ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ തീയലാണ്. തേങ്ങ വറുത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് 4-5 ദിവസം ഇത് കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ആദ്യം തന്നെ തേങ്ങ ഒരു കടായിലിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കണം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വേണം തേങ്ങ വറക്കാൻ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി 2 മിനിറ്റ് കൂടി ചെറു തീയിൽ വറുത്തെടുക്കാം. തേങ്ങ നല്ല കാപ്പി കളർ പോലെ വറന്നു വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വെക്കാം. തണുത്തതിന് ശേഷം തേങ്ങ നമുക്ക് ഒരു മിക്സി ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിഞ്ഞു വന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുമ്പോഴാണ് കറിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുക. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി 2ആക്കി മുറിച്ചതും 5-6 പച്ചമുളക് കീറിയതും 2 തക്കാളി ചെറുതായി മുറിച്ചതും 1 പിടി കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതോടൊപ്പം 1 പിടി തേങ്ങാക്കൊത്ത് ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കാം. തീയലിന് തേങ്ങാക്കൊത്ത് രുചി കൂട്ടും. ഉള്ളിയും തക്കാളിയും മറ്റും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 3 കഷ്ണം കുടംപുളി കുറച്ച് വെള്ളത്തോടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കറി തിളപ്പിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. ഏകദേശം 15 മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചെമ്മീൻ പാകത്തിന് വെന്ത് ഒരു എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ മുകളിൽ തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ തീയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നോൺ വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഊണിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചേർത്ത് കഴിക്കാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ഐറ്റമാണ്.